ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ അപഭാവം എന്ന കണ്ടീഷന് ആയുർവേദത്തിൽ ചികിത്സ പറയുന്നുണ്ട്. നിരന്തരമായി ഉണ്ടാകുന്ന വേദനയും പിടുത്തത്തെയുമാണ് അപഭാവകം എന്ന് പറയുന്നത്. ഇത് 35-45 വയസ്സിനിടയിലാണ് കാണുന്നത്. കൈകൾ പിന്നിലേക്ക് ചലിപ്പിക്കാൻ പറ്റാതെ വരിക, മുടി ചീകാൻ പറ്റാതെ ആവുക, വസ്ത്രങ്ങൾ ഇടാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണം. ചിലവർക്ക് മസിൽ ടോൺ നഷ്ടപ്പെടാം, മാംസധാതു ശോഷിച്ചിരിക്കാം, മസിൽസിന് നീർക്കിട്ട് വരികയും ചെയ്യാം. ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക. പ്രമേഹമുള്ളവർക്ക് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. അതുകൊണ്ട് പ്രമേഹം കൺട്രോൾ ചെയ്യുക. യോഗ, ചെറിയ വ്യായാമങ്ങൾ ശീലമാക്കുക. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക. ആയുർവേദം അനുസരിച്ച് വാതദോഷവും കഫദോഷവുമാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അതുപോലെ ആയുർവേദത്തിൽ നീരുള്ളിടത്ത് എണ്ണ പറയുന്നില്ല. നീര് കുറയ്ക്കാനായി ആദ്യം തന്നെ ലേപം, ധാര തുടങ്ങിയവ ചെയ്യാം. പിന്നീട് വിവിധ തരത്തിലുള്ള രൂക്ഷസ്വേദങ്ങൾ ചെയ്യാം. ഉപ്പും മണലും കിഴികെട്ടി ചൂട് പിടിക്കാം. നീർക്കെട്ട് മാറിയതിനു ശേഷം ഇലക്കിഴി പിടിക്കാം. ഇലക്കിഴിയിൽ ഉപയോഗിക്കുന്നത് വാദം കുറയ്ക്കുന്ന ഇലകളും അതുപോലെ തന്നെ തൈലങ്ങൾ, കാർപ്പാസാസ്തേത് തുടങ്ങിയ തൈലങ്ങൾ ഉപയോഗിക്കാം. മുട്ടക്കിഴി, ഞവരക്കിഴി തുടങ്ങിയവ മാംസശോഷമുള്ള പേഷ്യൻസിന് ചെയ്യാം. വേദനയും സ്റ്റിഫ്നെസ്സും കുറയ്ക്കാൻ നാരങ്ങാക്കിഴിയും പ്രതിപാദിക്കുന്നു. നസ്യം, വസ്തി തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സയും അപഭാവത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ സ്നേഹപാനവും ശോധനവും ചെയ്തതിനു ശേഷം രസായനങ്ങൾ പ്രയോഗിക്കുന്നതും നല്ലതായി കണ്ടുവരുന്നു. എക്സസൈസ്, ഫിസിയോതെറാപ്പി, യോഗ എന്നിവ ശീലമാക്കുകയാണെങ്കിൽ വേദനയും സ്റ്റിഫ്നെസ്സും ഒരു പരിധിവരെ കുറച്ച് നിർത്താം.